എല്ലാവർക്കും പ്രിയാസ് തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിക്കൻ കബാലിയത്ത് റൈസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടത് ചിക്കൻ വേണം, പിന്നെ സവാള, പച്ചമുളക്, ക്യാരറ്റ്, ഇത് മാഗിയുടെ ചിക്കൻ ക്യൂബാണ്, ക്യാപ്സിക്കം, പച്ച കളറ് ക്യാപ്സിക്കം, മല്ലിയില അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഇത് കപ്സ മസാലയാണ്, ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ റൈസ് 2 കപ്പ് ബസ്മതി റൈസ് ഞാൻ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് എങ്ങനെ വേവിക്കാമെന്ന് ഞാൻ എൻ്റെ മുന്നേ ബിരിയാണി ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ, മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഉപ്പും നമ്മൾ ഹോൾ സ്പൈസസ്, അതായത് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വാർത്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിന് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത് 4 പച്ചമുളകാണ്, അതും നീളത്തിൽ അരിഞ്ഞതാണ്. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സവാള വഴന്ന് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് 1 ടേബിൾ സ്പൂൺ, അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഒരു മാഗി ക്യൂബാണ്, ചിക്കൻ മാഗി ക്യൂബാണ്, അതിട്ട് കൊടുക്കുക. അപ്പോൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ല ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാനിവിടെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ 1/2 കിലോ അരിയാണ് എടുക്കണമെങ്കിൽ 1/2 കിലോ ചിക്കൻ തന്നെ എടുക്കാൻ നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് കേട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എളുപ്പം മാത്രമല്ല, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ കപ്സ മസാല ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു അറബിക് ടച്ചുള്ള റൈസാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ മുന്നേ മന്തി ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതും പോയി നോക്കാം. ഞാൻ ആ മന്തി ഉണ്ടാക്കുന്ന റെസിപ്പിയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ അറബിക് റൈസുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് അതിലേക്ക് നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റാണ്, അത് വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ക്യാപ്സിക്കം, അത് നീളത്തിൽ അരിഞ്ഞത്, അത് രണ്ടും ചേർത്ത് കൊടുക്കണം.
ഈ ക്യാപ്സിക്കം ക്യാരറ്റും ചേരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റായിട്ട് മാറുന്നത്. നമ്മൾ സാധാരണ ഒരു അറബിക് ഡിഷ് കഴിക്കണ ഒരു ടേസ്റ്റ് അല്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇനി നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യം സവാള വഴറ്റണയിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാഗിയുടെ ചിക്കൻ ക്യൂബിൽ ഉപ്പുണ്ട്. അപ്പോൾ ഇനി ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കണ്ട. ഇനി അതും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം നമുക്ക്. അപ്പോൾ ഈ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ഒന്ന് വാടി വന്നാൽ മതി. നമുക്ക് ആ ചിക്കൻ ബാക്കി കുറച്ചും കൂടി ഒന്ന് വേവാണ്ട് അതും കൂടി വെന്ത് വരണം. ഇനി അതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ തക്കാളി ചേർത്തിട്ടില്ല, പുളിയുടേതായ ഒരു സംഭവവും ഇതിലില്ല. അപ്പോൾ ഇതിൻ്റെ പുളി എന്ന് പറയുന്നത് ഈ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണതാണ്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ ഗ്രേവി കുറച്ചൊന്ന് വെള്ളം വലിഞ്ഞാൽ മതി. ഒരു സെമി ആയിട്ടുള്ള ഗ്രേവിയാണ് ഇതിനുണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ നേരത്തെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചില്ലേ, ആ വെള്ളവും പിന്നെ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളവും മാത്രമാണ് ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ സെർവ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ക്യാപ്സിക്കം പിന്നെ സവാള അരിഞ്ഞതും കൂടി വെച്ചിട്ടാണ് അത് അലങ്കരിക്കുക. അങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യുക. പിന്നെ നമ്മൾ ഭക്ഷണം വിളമ്പണ നേരത്ത് നമ്മൾ ഈ റൈസിനായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ആ റൈസിലേക്കൊക്കെ മസാല പിടിക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ സാധാരണ ഒരു മന്തിയുടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടേസ്റ്റല്ല, കപ്സട അങ്ങനത്തെ ടേസ്റ്റല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അതിനൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.